അപ്പൊ 1885 ഏപ്രിൽ 27-നാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. ഏത് വർഷ? 1885 ഏപ്രിൽ 27. ഏപ്രിൽ 27 എന്നുള്ളത് ഓർത്തിരിക്കാം. ജനനസ്ഥലം ഓർത്തിരിക്കണം. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത് കേട്ടോ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തില് വയലേരി വീട്ടിൽ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നൊരു പേരുണ്ട് വാഗ്ഭടാനന്ദന്. എന്താ പേര്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ കേട്ടോ. അപ്പൊ അതിൽ തന്നെ വീട്ടുപേര് നമുക്ക് അവിടെ കിട്ടും. വയലേരി വീട് കേട്ടോ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലെ വയലേരി വീട്ടിലാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. പിതാവിന്റെ പേര് കോരൻ ഗുരുക്കൾ. കോരൻ ഗുരുക്കളുടെ മകനായതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ കേട്ടോ. കോരൻ ഗുരുക്കളാണ് പിതാവ്. മാതാവ് ചീരുവമ്മ. മാതാവ് ചീരുവമ്മയാണ്. ചീരുവമ്മ. മരണം 1939 ഒക്ടോബർ 29-നാണ് കേട്ടോ. 1939 ഒക്ടോബർ 29. വി കെ ഗുരുക്കൾ. വി കെ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്നുള്ളത് ഓർത്തിരിക്കുക. അതാണ് വി കെ ഗുരുക്കൾ. അവിടെ നമുക്ക് വീട്ടുപേരും കിട്ടും. അപ്പൊ 1885 മുതൽ 1939 വരെയാണ് ആരുടെ കാലഘട്ടം? വാഗ്ഭടാനന്ദന്റെ കാലഘട്ടം എന്നുള്ളത് ഓർത്തിരിക്കാം. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലെ വയലേരി വീട്ടിൽ കോരൻ ഗുരുക്കളുടെയും ചീരുവമ്മയുടെയും മകനായിട്ടാണ് വാഗ്ഭടാനന്ദന്റെ ജനനം. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ക്ലിയർ ആണോ? അത്രയും ഭാഗം ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം നമുക്ക്. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ 27-ഉം മരണം എന്ന ഒക്ടോബർ 29 കേട്ടോ. വർഷം കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നോക്കൂ. ഇതാ കണ്ടോ, കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളെ എന്നൊന്നല്ല ചെറുപ്പത്തിൽ വിളിക്കുക അല്ലെ. വിളിക്കുക നമ്മൾ എന്താ വിളിക്കുക? കുഞ്ഞിക്കണ്ണൻ. അതാണെന്ത്? ബാല്യകാലനാമം എന്താണ്? കുഞ്ഞിക്കണ്ണനാണ്. കുട്ടിയല്ലേ, കുഞ്ഞിക്കണ്ണനാണ്. ഈ കുഞ്ഞിക്കണ്ണന്റെ യഥാർത്ഥ എന്താ? സ്കൂളിൽ ചേർക്കുമ്പോ എന്താ പറയാ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വീട്ടിൽ അങ്ങനെയൊക്കെ പറയോ? ഇല്ല, കുഞ്ഞിക്കണ്ണനെ വിളിക്കുള്ളൂ. അപ്പൊ കുഞ്ഞിക്കണ്ണനാണ് എന്ത്? ആദ്യകാല നാമം, ബാല്യകാല നാമം എന്ന് പറയുന്നത്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നുള്ളതാണ് യഥാർത്ഥ നാമം. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വി കെ. നമ്മുടെ മണ്ണിലെ കർഷകരുടെ മിത്രം എന്ന് പറയില്ലേ? സ്റ്റക്ക് ഉണ്ടോ? ബ്രേക്ക് ഉണ്ടോ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയണേ. ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി വന്നേ. എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ റെഡിയാണോ? ഒന്നുമില്ല. കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചതാ. ഇവിടെ നമ്മള് വാഗ്ഭടാനന്ദനെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന് പറഞ്ഞു അല്ലേ? കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ചോദിച്ചതാണ് എന്ത്? കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന മണ്ണിലേന്റെ കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പേര് പറഞ്ഞു? ബാല്യകാല നാമം എന്താ? കുഞ്ഞിക്കണ്ണൻ. യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ഷോർട്ട് ഫോം ആയിട്ട് എന്ത് പറഞ്ഞു? വി കെ ഗുരുക്കൾ എന്ന് പറഞ്ഞു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഈ വാഗ്ഭടാനന്ദൻ കണ്ണൂരിൽ ജനിച്ചു. കോഴിക്കോടൊക്കെ പ്രധാന പ്രവർത്തന മേഖലയായിട്ട് പ്രവർത്തിച്ചു. എവിടെയാ? കണ്ണൂരിലെ പാട്യം ഗ്രാമത്ത് വയലേരി വീട്ടിൽ ജനിച്ചു നമ്മൾ പറഞ്ഞു. കോഴിക്കോടൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അവിടെയായിരുന്നു കുറെ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചതും കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. എവിടെയാ? കോഴിക്കോടാണ്. കോഴിക്കോട്, കണ്ണൂര് തുടങ്ങി എന്താണ് അതിന് പറയാ? നമ്മള് മലബാർ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്നുണ്ട്. എവിടെ? മലബാറിലെ ശ്രീനാരായണ ഗുരു. മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചോദ്യമൊക്കെ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ? വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ബാലഗുരു എന്ന് പറഞ്ഞാലും വാഗ്ഭടാനന്ദനാണെന്നുള്ളത് ഓർത്തിരിക്കാം. ബാലഗുരു
മലബാറിലെ ശ്രീനാരായണ ഗുരു കേട്ടോ. ബാലഗുരു, മലബാറിലെ ശ്രീനാരായണ ഗുരു. ഓക്കെ. ഇനി വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ അല്ലെങ്കിൽ വാഗ്ഭടാനന്ദ എന്ന പേര് ലഭിച്ചത് എവിടുന്നാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അടുത്ത് നിന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ പറയുന്ന വാഗ്ഭടാനന്ദന്റെ ഗുരു. ഈ വാഗ്ഭടാനന്ദന്റെ ഗുരുവായിട്ടുള്ള ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ത് ചെയ്യുന്നത്? ആ പേര് നൽകുന്നത്. കുഞ്ഞിക്കണ്ണനെ നോക്കിയിട്ട് ഇനി മുതൽ നീ വാഗ്ഭടാനന്ദൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, വാഗ്ഭടാനന്ദൻ എന്നുള്ള പേര് കൊടുത്തത്. കണ്ടോ, കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ സന്യാസി ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഓർത്തിരിക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? ഖദർ എന്നുള്ള കാര്യം ഓർത്തിരിക്കാൻ എന്താ പറഞ്ഞത്? ഖദർ എന്നുള്ള കാര്യമില്ല, ഈ കാര്യം നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷെ ജനിച്ച വർഷം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ജനിച്ച വർഷം ഓർത്തിരിക്കാൻ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? INCയുടെ കാര്യം പറഞ്ഞു അല്ലെ, 1885. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ സന്യാസി എന്നും ആരറിയപ്പെടുന്നു? വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ദർശനം ഏതെന്ന് ചോദിച്ചാൽ അദ്വൈത ദർശനമാണ് കേട്ടോ. അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന നവോത്ഥാന നായകൻ എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നിർഗുണോപാസന എന്ന ആരാധനാ രീതി അവലംബിക്കാൻ മറ്റുള്ളവരോട്, പൊതുജനത്തോട്, സമൂഹത്തോട് നിർദ്ദേശിച്ചത് വാഗ്ഭടാനന്ദനാണ്. അതായത് അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്നതും നിർഗുണോപാസന എന്ന ആരാധനാ രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ചതും വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തിരിക്കാം. അന്നത്തെ ഹഠയോഗ വിദ്യ പോലെ വെള്ളത്തിൽ ചവിട്ടി നടക്കുന്ന കാര്യമൊക്കെ അന്വേഷിച്ച് പോകുമൊന്നും വേണ്ട. ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ സിലബസിലെ മാർക്കിനനുസരിച്ച് പഠിക്കുക. അദ്വൈത ദർശനം എന്ന് ഓർത്തിരിക്കാം, നിർഗുണോപാസന എന്ന് ഓർത്തിരുന്നാൽ മതി. അത് ചെകഞ്ഞ് അന്ന് ഒരാൾ പോയ പോലെ പോകണ്ട. ഓക്കെ, ആ എന്തൊക്കെയാ പറഞ്ഞത്? അദ്വൈത ദർശനത്തിലാണ് വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്നത്. വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം ഏതെന്ന് ചോദിച്ചാൽ അദ്വൈത ദർശനം. നിർഗുണോപാസന എന്ന ആരാധനാ രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ചതും ആരാണ്? വാഗ്ഭടാനന്ദനാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇദ്ദേഹം പ്രവർത്തന മേഖലയില്, വാഗ്ഭടാനന്ദൻ പ്രവർത്തന മേഖലയിൽ മാതൃകയാക്കിയിരുന്നത് രാജാറാം മോഹൻ റോയിയാണ് കേട്ടോ. രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇദ്ദേഹം അതിനോട് സാമ്യം പുലർത്തുന്ന രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരെയാന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹം മാതൃകയാക്കിയത് തന്നെ ആരെയാ? രാജാറാം മോഹൻ റോയിയെ ആണെന്നുള്ളത് കൂടി അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. രാജ എന്നൊരു പട്ടം കൊടുത്തത് അതെന്തിനാന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കപ്പൽ മാർഗം വന്ന് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഹൈ ക്ലാസ് ടീമിന് മാത്രമേ പറ്റുള്ളൂ. ഒരു രാജ പദവി അല്ലെങ്കിൽ റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നൽകിയതാണ് എന്ത്? രാജ എന്നുള്ളൊരു പട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഇന്ത്യൻ റിനൈസൻസ് പഠിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞാൽ മതി. ചുമ്മാ ഇവിടെ ഒന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നേള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം ഏതെന്ന് ചോദിച്ചാൽ അദ്വൈത ദർശനം. നിർഗുണോപാസന എന്ന ആരാധനാ രീതി അവലംബിക്കാനും വാഗ്ഭടാനന്ദൻ നിർദ്ദേശിച്ചു. അദ്ദേഹം മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയി ആണെന്ന് ഉള്ളത് കൂടി ഓർത്തിരിക്കാം. എന്നിട്ട് എന്ത് പറയാം, ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല ഓൾറെഡി പറഞ്ഞു, എന്താണ്? മലബാർ ആണ് കേട്ടോ. മലബാർ സാമൂഹിക പരിഷ്കരണത്തിനോടൊപ്പം ദാരിദ്ര്യ നിർമാർജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. ലൈക്ക് രാജാറാം മോഹൻ റോയ്. ഓക്കെ, സ്ത്രീ പുരുഷ സമത്വം. രാജാറാം മോഹൻ റോയ് സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ആവശ്യം ഉന്നയിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ മാതൃകയാക്കിയ വ്യക്തിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഇവരും ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുകൂടി അവിടെ നോക്കി വെക്കുക. സാമൂഹിക പരിഷ്കരണത്തിനോടൊപ്പം ദാരിദ്ര്യ നിർമാർജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ ആര്? വാഗ്ഭടാനന്ദൻ. എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തരും വാഗ്ഭടാനന്ദനാണല്ലേ.
എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ആരഭിപ്രായപ്പെട്ടു? വാഗ്ഭടാനന്ദൻ അഭിപ്രായപ്പെട്ടു എന്നുള്ളത് ഓർത്തിരിക്കാം. മലബാറിൽ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണത്തിന് അനുകൂല സാഹചര്യമൊരുക്കിയതും വാഗ്ഭടാനന്ദനാണെന്ന് പറയാം. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, യുക്തിചിന്ത എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളൊക്കെ കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇതൊക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ നോക്കുമ്പോൾ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളാണ് അതൊക്കെ. ഓക്കെ. മലബാറിൽ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണത്തിന് അനുകൂല സാഹചര്യവും ആരൊരുക്കി? വാഗ്ഭടാനന്ദൻ ഒരുക്കി എന്നുള്ളത് ഓർത്തിരിക്കാം. ശരിയല്ലേ? ഇനി നോക്കൂ, ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഒട്ടുമിക്ക എല്ലാ നവോത്ഥാന നായകരും അക്കാലത്ത് ജാതിക്കെതിരെ തന്നെയായിരുന്നു അല്ലെ? ജാതി വ്യവസ്ഥയെ എതിർത്തു, വർണ്ണാശ്രമ വ്യവസ്ഥയെ ചോദ്യം ചെയ്തു എന്നൊക്കെ നമ്മൾ പല നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊരു വാക്യം കണ്ടാൽ നിങ്ങൾ ഈ വാഗ്ഭടാനന്ദന്റെ അടുത്തേക്ക് പോകണം. മനസ്സിലായോ? ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചോദ്യം ഇങ്ങനെ വന്നാൽ, ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് ആര് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നാൽ അത് വാഗ്ഭടാനന്ദനാണെന്നുള്ളത് ഓർത്ത് അങ്ങോട്ട് പോകണം. ഓക്കെ. ഇത് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നേ ഉള്ളൂ. എല്ലാവരും ഈ ജാതിക്കെതിരായിരുന്നു, തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരായിരുന്നു, പല അനാചാരങ്ങൾക്കെതിരായിരുന്നു, ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പല അനാചാരങ്ങൾക്ക് അതിനും എതിരായിരുന്നു. പക്ഷെ നമുക്കൊരു ചോദ്യം വരുന്ന സമയത്ത് ഇപ്പൊ ജാതി പ്രമാണം എന്നുള്ള വാക്കൊക്കെ കൊടുത്തു കണ്ടാൽ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് ആര് എന്നൊക്കെ ചോദിച്ചു കണ്ടാൽ അതെങ്ങോട്ട് പോകണം? വാഗ്ഭടാനന്ദനാണെന്നുള്ളത് ഓർത്ത് അവിടേക്ക് പോകണം. കണ്ടോ, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നതിനെ പിന്തുണച്ചു. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത് അല്ലേ? എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ? അപ്പൊ ചോദ്യം വരുന്ന രീതി ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വാഗ്ഭടാനന്ദനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു. കർഷകരെ ആലോചിച്ചാൽ മതി. അന്നത്തെ കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. യുക്തിചിന്ത, വിമർശന ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. എന്തൊക്കെയാ? യുക്തിചിന്ത, വിമർശന ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതി കേട്ടിട്ടില്ലേ? വാഗ്ഭടാനന്ദന്റെ പ്രശസ്ത കൃതിയാണിത്, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയിലൂടെ ഇളനീരാട്ടം പോലുള്ള അനാചാരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? എതിർത്തു എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കുക കേട്ടോ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയിലൂടെ ഇളനീരാട്ടം പോലുള്ള അനാചാരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ചൂണ്ടിക്കാട്ടി എന്നുള്ളത് ഓർത്തിരിക്കാം. നമുക്ക് ഇത്രയും കാര്യം ഒന്ന് നോക്കിയിട്ട് വരാം. വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം പറഞ്ഞേ. അനിയത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ? എന്താ ചോദിച്ചത്? ആരാ കൊടുത്തത്? എന്ത് കൊടുത്തത്? ഓക്കെ, നമ്മുടെ ഇതാണോ? രാജാറാം മോഹൻ റോയ്ക്കാണോ? അത് അക്ബർ സെക്കൻഡ് ആട്ടോ. മുഗൾ ചക്രവർത്തി അക്ബർ സെക്കൻഡ്. അങ്ങനെ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു വില്യം നാലാമനൊക്കെ അവിടെ ഭയങ്കര ഗംഭീരമായിട്ട് രാജാ റാം മോഹൻ റോയ് ആണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഗ്രാൻഡായിട്ട് സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ട് അദ്ദേഹത്തെ. രാജകീയ സ്വീകരണം ലഭിച്ചു എന്നൊക്കെ പറയില്ലേ, അത്. ഓക്കെ. വാഗ്ഭടാനന്ദൻ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 1885 കൂടെ പറഞ്ഞ പോലെ 1885 ഏപ്രിൽ 27 എവിടെ ജനിച്ചു? കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ. എല്ലാവരും ഇങ്ങോട്ട് വാ, കമന്റ് ബോക്സിലേക്ക് വാ. കണ്ണൂർ ജില്ലയിലെ
പാട്യം ഗ്രാമത്തിൽ ജനിച്ചു. വീട്ടുപേരെന്താ? വീട്ടുപേര് വയലേരി. വയലേരി വി കെ ഗുരുക്കൾ അല്ലെ. വയലേരി വീട്ടിൽ കോരൻ ഗുരുക്കളുടെ മകൻ. കോരൻ ഗുരുക്കൾ. വി കെ നമുക്ക് കോരൻ ആക്കി കഴിഞ്ഞാൽ അവിടെ അത് പഠിക്കാട്ടോ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നോ കോരൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണല്ലോ, രണ്ടും കെ അല്ലേ, അങ്ങനെ ആലോചിച്ച് വെക്കാം. വയലേരി വീട്ടിൽ കോരൻ ഗുരുക്കളുടെയും ചീരുവമ്മയുടെയും മകനായിട്ട് ആര് ജനിച്ചു? വാഗ്ഭടാനന്ദൻ. മരിച്ച വർഷം എന്ന 1939 ഒക്ടോബർ 29 അദ്ദേഹം അന്തരിച്ചത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബാല്യകാലനാമം എന്തായിരുന്നു? ബാല്യകാലനാമം വാഗ്ഭടാനന്ദന്റെ ബാല്യകാലനാമം പറഞ്ഞേ. വാഗ്ഭടാനന്ദന്റെ ബാല്യകാലനാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അല്ലെ. യഥാർത്ഥ നാമം ചോദിച്ചാലോ എന്താ നമ്മൾ പറയാ? യഥാർത്ഥ നാമം ചോദിച്ചാലോ വയലേരി വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന് പറഞ്ഞു അല്ലേ. ഇദ്ദേഹം എവിടുത്തെ ആരാണ്? ഏതോ ഒരു നവോത്ഥാന നായകനെ നമ്മൾ എന്ത് ചെയ്തു? റിലേറ്റ് ചെയ്തുകൊണ്ടൊരു പേര് പറഞ്ഞു അല്ലെ. ഒരു നവോത്ഥാന നായകനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഇന്ത്യൻ വാൽമീകി എന്നൊക്കെ പറയുന്ന പോലെ മലബാറിലെ ശ്രീനാരായണ ഗുരു അല്ലെ. മലബാറിലെ ശ്രീനാരായണ ഗുരു. അങ്ങനെങ്കിൽ ഗുരു എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നല്ലോ, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് പോലെ മറ്റൊരു തരത്തിൽ ഗുരു എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് ആര്? വാഗ്ഭടാനന്ദൻ. എന്ത് ഗുരുവായിരുന്നു? എന്ത് ഗുരുവായിരുന്നു? എന്ത് ഗുരുവായിരുന്നു? ബാലഗുരു അല്ലെ. ബാലഗുരുവാണ്. ബാലഗുരു എന്നറിയപ്പെട്ടതും വാഗ്ഭടാനന്ദനാണ്. കാവി ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ ഒരേ ഒരു സന്യാസി എന്നുള്ള രീതിയിലും വാഗ്ഭടാനന്ദനെ ഓർത്തിരിക്കാം. ആരുടെ മിത്രം എന്നാ പറഞ്ഞത്? ആരുടെയൊക്കെ മിത്രം എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ എന്നാ പറഞ്ഞത്. ഒരു മിത്രത്തിന്റെ കേസ് പറഞ്ഞില്ലേ നമ്മള്? ആരുടെയൊക്കെയോ മിത്രമാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അറിയപ്പെടുന്നു എന്ന് ഓർമ്മയുണ്ടോ? കർഷകരുടെ മിത്രം, കർഷക തൊഴിലാളികളുടെ മിത്രം, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണെന്നുള്ളത് ഓർത്തിരിക്കാം. വാഗ്ഭടാനന്ദൻ എന്നുള്ള പേര് കൊടുത്തത് ആരാ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളെ നോക്കി ഇനി മുതൽ നീ വാഗ്ഭടാനന്ദൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞതാരാ? അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ദർശനമാണേത്? അദ്വൈത ദർശനം. ഏത് ആരാധനാരീതി അവലംബിക്കാനാണ് വാഗ്ഭടാനന്ദൻ സമൂഹത്തിനോട് നിർദ്ദേശിച്ചത്? ഏത് ആരാധനാരീതി ആയിരുന്നു? നിർഗുണോപാസന എന്നുള്ളത് ഓർത്തിരിക്കാം. ഇദ്ദേഹം മാതൃകയാക്കിയത് ആരെയായിരുന്നു? രാജാറാം മോഹൻ റോയിയെ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് പറഞ്ഞു? ഇദ്ദേഹം അന്നത്തെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു? പ്രധാന പ്രവർത്തന മേഖല ഏതാ? വാഗ്ഭടാനന്ദന്റെ പ്രധാന പ്രവർത്തന മേഖല ഏതാ? മലബാറാണ് അല്ലെ. മലബാറാണ് പ്രധാന പ്രവർത്തന മേഖല എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അഭിപ്രായപ്പെട്ടു. മലബാറിൽ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണത്തിന് അനുകൂല സാഹചര്യം ഒരുക്കിയത് വാഗ്ഭടാനന്ദനാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കണം കേട്ടോ. ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്ത് പ്രമാണം ഹിന്ദുമതത്തിനെതിരാന്നാ പറഞ്ഞത്? ജാതി പ്രമാണം എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തിരിക്കാം. ജാതി പ്രമാണം ഹിന്ദു പ്രമാണത്തിന്റെ, ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആര് പ്രഖ്യാപിച്ചു?
വാക്പടാനന്ദൻ. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വാക്പടാനന്ദൻ പ്രഖ്യാപിച്ചു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നതിന് പിന്തുണച്ചു. സ്വാഭാവികമാണ് അല്ലെ. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്ന്. അങ്ങനെ ആലോചിച്ചാൽ തന്നെ അത് കിട്ടും. കർഷക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. നേരത്തെ ഓൾറെഡി പറഞ്ഞു. യുക്തിചിന്ത, വിമർശന ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ലെനിനിസ്റ്റ്, മാർക്സിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്കതവിടെ ചിന്തിക്കാൻ പറ്റും. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയിലൂടെ ഇളനീരാട്ടം പോലുള്ള അനാചാരങ്ങളെ ആര് ചൂണ്ടിക്കാട്ടി? ഇളനീരാട്ടത്തെ എതിർത്തതാര്? വാക്പടാനന്ദൻ. മനസ്സിലായോ? ഇളനീരാട്ടം എന്ന കൃതിയെ കുറിച്ച് പരാമർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമേത്? കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ചോദ്യം വരുന്നത് മനസ്സിലായോ? ഇളനീരാട്ടത്തെ ഇദ്ദേഹം എതിർത്തു. ഏത് കൃതിയിലൂടെ? കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. നിങ്ങളത് അവിടെ കാണുന്നില്ലല്ലേ? ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് കേട്ടോ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയിലൂടെ ഇളനീരാട്ടം പോലുള്ള അനാചാരങ്ങളെ ആരെതിർത്തു? വാക്പടാനന്ദൻ എതിർത്തു എന്നുള്ളതുകൂടി എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം. ഓക്കെ. ജനപാഠശാല ആരംഭിച്ചു. ജനപാഠശാല ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാ? വാക്പടാനന്ദൻ. ജനപാഠശാല 1906 ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. 1906 കോഴിക്കോട് കാരപ്പറമ്പിൽ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചു. വാക്പടാനന്ദൻ സ്ഥാപിച്ചാണ് കേട്ടോ തത്വപ്രകാശിക ആശ്രമം. അതൊരു സംസ്കൃത പഠന കേന്ദ്രമാണെന്ത്? തത്വപ്രകാശിക ആശ്രമം എന്ന് പറയുന്നത് സംസ്കൃത പഠന കേന്ദ്രമാണ്. തത്വപ്രകാശിക ആശ്രമം അതെവിടെയാ ആരംഭിച്ചത്? 1906 കോഴിക്കോട്ടെ കാരപ്പറമ്പിലാണ് കേട്ടോ. എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിലാണ് എന്ത് ആരംഭിക്കുന്നത്? തത്വപ്രകാശിക ആശ്രമം എന്ന സംസ്കൃത പഠന കേന്ദ്രം വാക്പടാനന്ദൻ ആരംഭിക്കുന്നത്. കാരപ്പറമ്പുള്ള ആളുകളൊക്കെ ഉണ്ടോ അവിടെ? കോഴിക്കോട് കാരപ്പറമ്പിൽ 1906 വാക്പടാനന്ദൻ എന്ത് സ്ഥാപിക്കുന്നു? തത്വപ്രകാശിക ആശ്രമം എന്ന സംസ്കൃത പഠന കേന്ദ്രം ആരംഭിക്കുന്നു. 1911 എന്ത് ചെയ്യുന്നു? 5 കൊല്ലം കഴിഞ്ഞിട്ട് 1911 കോഴിക്കോട് രാജയോഗാനന്ദ കൗമുദി യോഗശാലയും ആരംഭിച്ചു? വാക്പടാനന്ദൻ. രാജയോഗാനന്ദ, ബ്രഹ്മാനന്ദ ശിവയോഗി എന്നൊക്കെ ഉള്ള യോഗ ഉണ്ടല്ലോ, യോഗ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാൽ മതി. 1911 കോഴിക്കോട് രാജയോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ വാക്പടാനന്ദനാണ്. തത്വപ്രകാശിക ആശ്രമവും നമ്മൾ പറഞ്ഞു, രാജയോഗാനന്ദ കൗമുദി യോഗശാലയും നമ്മൾ പറഞ്ഞു. 1914 ഇദ്ദേഹം ചെയ്യുന്നത് ശിവയോഗി വിലാസം എന്ന് പറയുന്ന മാസിക ആരംഭിക്കുന്നത്. 1914 ഗുരു അല്ലേ ബ്രഹ്മാനന്ദ ശിവയോഗി? സ്വാഭാവികമായിട്ടും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ അഡ്രസ് ആർക്കറിയാം? വാക്പടാനന്ദന് അറിയാലോ. വിലാസം എന്ന് പറഞ്ഞ അഡ്രസ് അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഒറിജിനൽ മീനിങ് ഒന്നല്ല പറയുന്നത്. ശിവയോഗി വിലാസം എന്ന് പറഞ്ഞാൽ ആരാ? ഗുരു ആണ്. ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ അഡ്രസ് ഈ ശിഷ്യൻ അറിഞ്ഞൂടെ? ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു? വാക്പടാനന്ദൻ ആരംഭിച്ചു എന്നുള്ളത് ആലോചിച്ച് വെക്കാം. എന്നാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആ പേരിട്ടത് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്താക്കി? ശിവയോഗ വിലാസം എന്നാക്കി. അപ്പൊ പ്രശ്നമില്ലല്ലോ. ശിവയോഗി വിലാസം എന്ന് പറയുമ്പോഴല്ലേ ബ്രഹ്മാനന്ദ ശിവയോഗിന്റെ കറക്റ്റ് അഡ്രസ് ആണെന്നൊക്കെ തോന്നുള്ളൂ. ശിവയോഗ വിലാസം എന്ന് പറയാലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഭയങ്കര പ്രശ്നമായി ഇവർ തമ്മില്. ഇനി എന്തിനാ എന്റെ അഡ്രസ് കൊടുത്തതെന്നുള്ള രീതിയിൽ എന്തായി? ഭയങ്കര പ്രശ്നമായ സമയത്ത് അപ്പോ നമ്മുടെ വാക്പടാനന്ദൻ പറഞ്ഞു, എന്നാ പിന്നെ ശിവയോഗ വിലാസം എന്ന് കൊടുക്കാം, അതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? 1914 ശിവയോഗി വിലാസം എന്ന് പറയുന്ന മാസിക ഇറക്കുകയും അതിനെ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പേര് മാറ്റണം എന്ന് ഒരേ നിർബന്ധം. പിന്നെ യോഗി എന്നുള്ളത് നൈസാക്കിയിട്ട് ആളെന്ത് ചെയ്തു? യോഗ എന്നാക്കി. അപ്പൊ കുഴപ്പമില്ല. ശിവയോഗ വിലാസം
എന്ന് പേര് മാറ്റി എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. 1927 നോക്കി വെക്കണേ. 1927 കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം നടത്തി. 1927 കോഴിക്കോട് എന്ത് ചെയ്തു? പ്രീതി ഭോജനം നടത്തി. അതുപോലെ തന്നെ പ്രീതി വിവാഹം നടത്തിയതും വാഗ്ഭടാനന്ദനാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പ്രീതി ഇദ്ദേഹത്തിന്റെ മെയിൻ ആണ് എന്ത്? പ്രീതി ഭോജനം, പ്രീതി വിവാഹം ആരാണ്? വാഗ്ഭടാനന്ദൻ എന്നുള്ളത് ഓർത്തിരിക്കാം. സ്റ്റക്ക് ഉണ്ടോ? അപ്പൊ നെറ്റ് കിട്ടാത്ത ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. പ്രീതി ഭോജനം 1927. പ്രീതി വിവാഹം നടത്തിയതും ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മിശ്രഭോജനം ആരായിരുന്നോ? മിശ്രഭോജനം നടത്തിയത് ആരാ? മിശ്രഭോജനം ചോദിച്ചു. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ജനപാഠശാല ആരംഭിച്ചതാരാ? വാഗ്ഭടാനന്ദൻ. കോഴിക്കോട് കാരപ്പറമ്പിൽ 1906 തത്വപ്രകാശിക ആശ്രമം എന്ന് പറയുന്ന സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചതും വാഗ്ഭടാനന്ദനാണ്. കോഴിക്കോട് 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചതും വാഗ്ഭടാനന്ദനാണ്. 1914 എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ശിവയോഗി വിലാസം എന്ന് പറയുന്ന മാസിക ആരംഭിക്കുന്നത്. എന്നാൽ തന്റെ പേര് വെച്ചത് ഇഷ്ടപ്പെടാത്ത ബ്രഹ്മാനന്ദ ശിവയോഗി അതിനെ എതിർക്കുകയും ശിവയോഗ വിലാസം എന്ന് പേര് മാറ്റുകയും ചെയ്തു. 1927 കോഴിക്കോട് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പ്രീതി ഭോജനം നടത്തി. പ്രീതി വിവാഹം നടത്തിയതും വാഗ്ഭടാനന്ദനാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. 1929 പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആത്മവിദ്യാകാഹളം എന്ന് പറയുന്ന ഒരു മാസിക ഇറക്കുന്നത്. ആത്മവിദ്യാകാഹളം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗ്ഭടാനന്ദൻ. 1929 ആത്മവിദ്യാകാഹളം എന്ന് പറയുന്ന മാസിക പുറത്തിറക്കിയതും ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാകാഹളത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് ആരെന്ന് ചോദിച്ചാൽ CP രാമനാണ്. CP രാമനാണ് ആത്മവിദ്യാകാഹളത്തിന്റെ ആദ്യ പത്രാധിപർ എന്നുള്ളത് ഓർത്തിരിക്കാം. 1932 കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം ഇരുന്നിരുന്നു. അറിയാമല്ലോ. 1932 കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം ഇരുന്നപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്ന് വിചാരിച്ചാൽ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൽ കയറ് വലിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരെന്നൊക്കെ നമുക്ക് മുമ്പ് ചോദിച്ചിട്ടില്ലേ? അത്തരത്തിലുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ. 1932 ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെതിരെ നിരാഹാരമിരുന്നപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്നുള്ള പേരില് എഡിറ്റോറിയൽ എഴുതിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. 1936 കരിവള്ളൂരിൽ നടന്ന അഭിനവ് ഭാരത് യുവക് സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനും ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അഭിനവ ഭാരത യുവക് സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷ? 1936. 1929 ആത്മവിദ്യാകാഹളം എന്ന് പറയുന്ന മാസിക, അതിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? CP രാമനാണ്. 1932 29 കഴിഞ്ഞ് പിന്നെ നമ്മൾ 32 പറഞ്ഞത്. 32 ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെതിരെ നിരാഹാരം ഇരുന്നപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്നുള്ള പേരിൽ എന്ത് ചെയ്തു? എഡിറ്റോറിയൽ എഴുതി. 36 കരിവള്ളൂരിൽ അഭിനവ ഭാരത യുവക് സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്. വീണ്ടും 39 യജമാനൻ എന്ന പേരിൽ ഒരു മാസിക ഇറക്കി കോഴിക്കോട് വെച്ചിട്ട്. യജമാനൻ എന്നുള്ള പേരിലുള്ള മാസിക ആരെ ഇറക്കിയത്? വാഗ്ഭടാനന്ദനാണ്. യജമാനൻ വാഗ്ഭടാനന്ദൻ. വേലക്കാരൻ ആരായിരുന്നു? യജമാനൻ വാഗ്ഭടാനന്ദൻ. വേലക്കാരൻ പറ. യജമാനൻ എന്ന് പറയുന്ന മാസിക വാഗ്ഭടാനന്ദൻ. വേലക്കാരൻ എന്ന മാസികയോ? എവിടെ? എന്ത് വേലക്കാരൻ?
വരുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ അല്ലേ? ഒരാള് വേലക്കാരൻ, ഇയാള് യജമാനൻ. യജമാനൻ എന്നുള്ള ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്. ULCCയുടെ സ്ഥാപകരിൽ ഒരാളാണത്. സ്ഥാപകൻ തന്നെ പറയാം. ആരാണ്? ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ULCCയുടെ സ്ഥാപകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് യജമാനൻ എന്നുള്ള പേരിലും ഓർത്തിരിക്കാം. 39-ലാണ് യജമാനൻ എന്ന് പറയുന്ന മാസിക കോഴിക്കോട് വെച്ച് അദ്ദേഹം ആരംഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ. മലബാർ ആത്മവിദ്യാസംഘത്തിന്റെ രക്ഷാധികാരിയായിരുന്ന കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന യജമാനൻ എന്ന് പറയുന്ന മാസിക അദ്ദേഹം പുറത്തിറക്കുന്ന കേട്ടോ. യജമാനൻ എന്ന മാസിക 1939 കോഴിക്കോട് വെച്ചിട്ട് നമ്മുടെ വാഗ്ഭടാനന്ദൻ ആരംഭിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മലബാർ ആത്മവിദ്യാസംഘത്തിന്റെ രക്ഷാധികാരിയായിരുന്ന കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ സ്മരണാർത്ഥമാണ്. കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ സ്മരണാർത്ഥമാണ് ആരെന്ത് ചെയ്യുന്നത്? വാഗ്ഭടാനന്ദൻ എന്താരംഭിക്കുന്നത്? യജമാനൻ എന്ന മാസിക ആരംഭിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണെന്ത്? അഭിനവ കേരളം എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഈ അഭിനവ കേരളത്തിന്റെ ടാഗ് ലൈൻ ആയിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. കേട്ടിട്ടുണ്ടോ? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഓക്കെ. അപ്പൊ ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിരുന്നു എന്ത്? അഭിനവ കേരളം എന്നുള്ളത് ഓർത്തിരിക്കാം. അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യമെന്നോ ടാഗ് ലൈനോ എന്നൊക്കെ പറയാം. എന്ത്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ അനീതിയോടെതിർപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നുള്ളത്. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും പ്രചരിപ്പിക്കാൻ പക്ഷെ അദ്ദേഹം ആരംഭിച്ചത് എന്താ? സ്വതന്ത്ര ചിന്താമണി എന്ന ജേണലാണ് കേട്ടോ. 1921. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളമാണെങ്കിലും ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആരംഭിച്ചതാണ് എന്ത്? സ്വതന്ത്ര ചിന്താമണി. ഏത് വർഷം? 1921 എന്നുള്ളത് കൂടി അവിടെ എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഇവിടെ കണ്ടോ, 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. എന്താ പറഞ്ഞത്? 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. നല്ല വരികളാണ് അല്ലെ? നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക എന്ന്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഇത് എന്തിന്റെ മുഖപത്രം? ഏത് മുഖപത്രത്തിന്റെ ആണെന്നാ പറഞ്ഞത്? ഇത് എവിടെ കണ്ടു എന്നാ പറഞ്ഞത്? എന്തിന്റെ ടാഗ് ലൈനാണ്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. എന്തിന്റെയാ? അഭിനവ കേരളം. അത് പല തവണ PSC ചോദിച്ച സമയത്ത് PSC ഓപ്ഷൻ മാറ്റിയൊക്കെ ഉത്തരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആത്മവിദ്യാ കാഹളത്തിന്റെ ആണെന്നൊരു തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഭിനവ കേരളം എന്നാണ് ലാസ്റ്റ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ അഭിനവ കേരളം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത്. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്ന് പറഞ്ഞത് ആരാ? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ പറഞ്ഞ മറ്റൊരു പ്രശസ്തമായ വരിയാണെന്ത്? നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നുള്ളതും ആര് പറഞ്ഞതാണ്? വാഗ്ഭടാനന്ദന്റെ വരികളാണ്. ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന ലഘുഗ്രന്ഥം രചിച്ചത് PVK നെടുങ്ങാടിയാണ് കേട്ടോ. എന്ത് നെടുങ്ങാടി? PVK നെടുങ്ങാടി. ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി, ഇതൊരു കൃതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലഘുഗ്രന്ഥം എന്ന് കൊടുത്തിരിക്കുന്നത്. ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന ലഘുഗ്രന്ഥം രചിച്ചതാര്? PVK നെടുങ്ങാടിയാണ്. ഭഗവത്ഗീതയും ഇടമറുകും. ഇടമറുകിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ടോ?
പഠിക്കാനുണ്ട് PSCക്ക്. ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ചത് VS ഹർഷവർദ്ധനൻ എന്ന വാഗ്ഭടാനന്ദന്റെ പുത്രനാണ് കേട്ടോ. ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി ആര് രചിച്ചു എന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദന്റെ പുത്രനായിട്ടുള്ള VS ഹർഷവർദ്ധനൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓർക്കുവോ? ഓർക്കണം കേട്ടോ. അപ്പൊ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന ലഘുഗ്രന്ഥം രചിച്ചതാര്? PVK നെടുങ്ങാടി. ഇവിടെ പറയടോ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓക്കെ, PVK നെടുങ്ങാടി. ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ചത് VS ഹർഷവർദ്ധനനാണ്, വാഗ്ഭടാനന്ദന്റെ പുത്രനാണ്. ഇടമറുക് എന്താണ്? ഒരു യുക്തിവാദിയാണല്ലേ. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊരു കൃതിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. വായിച്ചിട്ടുണ്ടാവോ? ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? എവിടെ ഉണ്ടോ? ഒരനക്കൂല്ലല്ലോ. ഓക്കെ, ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ചിട്ടുള്ളത് വാഗ്ഭടാനന്ദന്റെ പുത്രനായിട്ടുള്ള VS ഹർഷവർദ്ധനൻ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തിഭോജനം എന്ന കൃതി രചിച്ചത് R ബാലകൃഷ്ണനാണ്. വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തിഭോജനം എന്ന കൃതി രചിച്ചത് R ബാലകൃഷ്ണനാണ്. പക്ഷെ വാഗ്ഭടാനന്ദൻ നടത്തിയ ഭോജനം ഏതാ? മീൻസ് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച പരിപാടിയുടെ പേരെന്താ? പന്തിഭോജനം അല്ലേ? ആണോ? വാഗ്ഭടാനന്ദൻ നടത്തിയത് പന്തിഭോജനം അല്ലേ? പ്രീതിഭോജനം എന്നാണ് അതിന്റെ പേര് കേട്ടോ. സംഗതി എന്താണ്? ഒരു പന്തിയിൽ ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പരിപാടി തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് പേരിട്ടങ്ങ് വിളിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പന്തിഭോജനം എന്ന് എഴുതിയ R ബാലകൃഷ്ണൻ മണ്ടനായിട്ടൊന്നുമല്ല. പന്തിഭോജനമാണ് ആ പ്രോസസ്സ്. വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തിഭോജനം എന്ന കൃതി രചിച്ചത് R ബാലകൃഷ്ണൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന പേരിൽ കൃതി രചിച്ചത് സ്വാമി ബ്രഹ്മവ്രതനാണ് കേട്ടോ. മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്നൊക്കെ എഴുതണമെങ്കിൽ ആളെന്തായിരിക്കണം? സ്വാമി ആയിരിക്കണം. അത് ചില്ലറ സ്വാമി എന്നല്ല, ബ്രഹ്മവ്രതനാണ്. ഓക്കെ, മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന കൃതി രചിച്ചത് ഒരു സ്വാമിയാണെന്നുള്ളത് ഓർത്തിരിക്കാം. മഹർഷിയും സ്വാമിയും ഒക്കെ ഒന്നല്ലേ മക്കളെ? കുറച്ച് വലുതായി പോയ മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാ? സ്വാമി ബ്രഹ്മവ്രതൻ ആണെന്നുള്ളത് കൂടി എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടതാരാ? വാഗ്ഭടാനന്ദനാണെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന കൃതി രചിച്ചത് ജാരസന്തതി PVK നെടുങ്ങാടിയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ പുത്രനായിട്ടുള്ള VS ഹർഷവർദ്ധനാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വാഗ്ഭടാനന്ദന്റെ പുത്രൻ. വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തിഭോജനം എന്ന് പറയുന്ന കൃതി രചിച്ചത് R ബാലകൃഷ്ണനാണ്. മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്നൊക്കെ എഴുതിയ സ്വാമി ബ്രഹ്മവ്രതൻ, മഹർഷി സ്വാമി. സുകുമാർ അഴീക്കോടിന്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. അത് ഓർത്തിരിക്കുക. സുകുമാർ അഴീക്കോടിന്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണെന്നുള്ളത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം കേട്ടോ. സുകുമാർ അഴീക്കോടിന്റെ തത്വമസി. ഓക്കെ, വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പ്രസ്താവിച്ച സാഹിത്യകാരനാണ് ആര്? സുകുമാർ അഴീക്കോട്. ഏത് കൃതിയായിരിക്കും? തത്വമസി. വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പ്രസ്താവിച്ച സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ സുകുമാർ അഴീക്കോടാണെന്നുള്ളത് കൂടി എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഈ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് എന്ത്? ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. ഇതൊരു കർഷക സംഘടനയായിരുന്നു.
ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. നിങ്ങൾക്കിത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്നൊക്കെ പറഞ്ഞിട്ടും കാണാം കേട്ടോ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന കർഷക സംഘടനയാണ്. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറിയത്. അതാണെന്ത്? ULC കോൺട്രാക്ട് സി കോഓപ്പറേറ്റീവ് സൊസൈറ്റി സി ULCC ആയിട്ട് മാറിയത്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം പിന്നീട് എന്തായിട്ട് അറിയപ്പെട്ടു? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് അറിയപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത്? ULCC എന്നുള്ളത് ഓർത്തിരിക്കാം. 2019 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം ലഭിച്ച സംഘടനയാണ് എന്ത്? ULCC. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും 2019 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം ലഭിച്ച സംഘടനയുമാണെന്ത്? ULCC എന്നുള്ളത് ഓർത്തിരിക്കാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അതായത് ULCCയുടെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർക്കായിരുന്നു പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നൽകിയതാരാ? ULCC ആണ്. ULCCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്കാണ് ULCC സൈബർ പാർക്ക്, കോഴിക്കോട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്കാണ് എന്ത്? ULCC സൈബർ പാർക്ക്. സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ. എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോടാണ് എന്ത്? ULCC സൈബർ പാർക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം കർഷക സംഘമായിരുന്നു. അത് പിന്നീട് എങ്ങനെ പേര് മാറ്റി? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞു. 2019 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ULCC നൽകുന്ന പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരായിരുന്നു. ULCCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്കാണ് ഏത്? ULCC സൈബർ പാർക്ക് നെല്ലിക്കോട്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ നെല്ലിക്കോട്. ULCC അന്ന് ഉദ്ഘാടനം ചെയ്തത്, സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയാണ്. 2016 ഫെബ്രുവരി 27 അദ്ദേഹം ചെയ്തത്. ULCCയുടെ ഈ സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് 2016 ഫെബ്രുവരി 27 പ്രണബ് മുഖർജി. ഇതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിലെ വെള്ളിമാട് കുന്ന് ജെൻഡർ പാർക്ക് ഉണ്ട്. അത് ഉദ്ഘാടനം ചെയ്തതും ഇതേ വർഷം പ്രണബ് മുഖർജിയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ സവിശേഷത പഠിക്കുന്ന സമയത്ത് അവിടെ ജെൻഡർ പാർക്ക് പഠിക്കും. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ വെള്ളിമാട് കുന്നാണത്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രണബ് മുഖർജിയാണ് കേട്ടോ. 2014 ആ ഒരു വിസിറ്റില് ഒരുപാട് സംഗതികൾ ഉണ്ടാവുമല്ലോ. മൊത്തത്തിലൊന്ന് വിസിറ്റ് ചെയ്ത് കുറെ സംഗതികൾ ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെയാണ് ഇവർ പോവുക. എന്തായാലും വരികയല്ലേ. അപ്പോ ULCC ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയാണ് 2016 ഫെബ്രുവരി 27 എന്നുള്ളത് ഓർത്തിരിക്കാം. 2021 ആനുവൽ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിന്റെ 10ാം എഡിഷനിൽ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള 2ാമത്തെ സ്ഥാപനമാണ് ULCC അല്ലേ? അത്രയും ടേൺ ഓവറുള്ള വൺ ഓഫ് ദ മേജർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ULCC. 2021 ആനുവൽ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ട് ഇറങ്ങിയപ്പോൾ അതിന്റെ 10ാമത്തെ എഡിഷൻ 2021 ഇറങ്ങിയപ്പോൾ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള 2ാമത്തെ സ്ഥാപനമാണ് ULCC. ചില്ലറ സ്ഥാപനമൊന്നുമല്ല അല്ലേ? ഓക്കെ, അപ്പൊ ULCCയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ULCCയുടെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? MT വാസുദേവൻ നായർക്ക്. സൈബർ പാർക്ക്, ULCCയുടെ അണ്ടറിലുള്ള സൈബർ പാർക്ക് എവിടെയാ? കോഴിക്കോട് നെല്ലിക്കോട്. ആരാ ഉദ്ഘാടനം ചെയ്തത്?
പ്രണബ് മുഖർജി എന്ന് 2016 ഫെബ്രുവരി 27. 2021 ആനുവൽ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിന്റെ 10ാം എഡിഷനിൽ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള 2ാമത്തെ സ്ഥാപനമാണെന്ത്? ULCC എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഇദ്ദേഹത്തിന് ഇനി കുറച്ച് പ്രധാന കൃതികളുണ്ട്. ആത്മവിദ്യാ സംഘവും ആത്മവിദ്യാ കാഹളവും നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ആത്മവിദ്യ ഒരു കൃതിയാണ്. ആത്മവിദ്യ, ബാക്കിയുള്ള സാധനം കാഹളവും സംഘമൊക്കെ മാറ്റി വെച്ചാൽ ആത്മവിദ്യ 1925. ആത്മവിദ്യാ ലേഖമാല, ആത്മവിദ്യ ലേഖമാല, ആത്മവിദ്യ ലേഖമാല 32. ഈ വർഷം നോക്കുക, ജസ്റ്റ് നോക്കുക, 32. അധ്യാത്മയുദ്ധം, എന്ത് യുദ്ധം? അധ്യാത്മയുദ്ധം. ഈശ്വര വിചാരം, യുക്തിചിന്ത, വിമർശന ചിന്ത എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ത്? ഈശ്വര ചിന്ത എന്നുള്ള പേരിട്ടൊരു കൃതിയുണ്ട് കേട്ടോ, ഈശ്വര ചിന്ത. പ്രാർത്ഥനാഞ്ജലി, ഭക്തിമയല്ലേ കാണുമ്പോ, പ്രാർത്ഥനാഞ്ജലി. മാനസ ചാപല്യം, മംഗള ശ്ലോകങ്ങൾ, ആരുടെ കൃതിയാ? മംഗള ശ്ലോകങ്ങൾ, വാഗ്പടാനന്ദ കൃതിയാണ്. അപ്പോൾ ആത്മവിദ്യ നിർബന്ധമായിട്ട് ഓർത്തിരിക്കാം. ആത്മവിദ്യാ ലേഖമാല നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ആധ്യാത്മയുദ്ധവും, പിന്നെ ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസ ചാപല്യം, മംഗള ശ്ലോകങ്ങൾ ആരുടെ കൃതിയാ? വാഗ്പടാനന്ദന്റെ. അതുപോലെ പ്രാർത്ഥനാ മഞ്ജരി ഇമ്പോർട്ടന്റ് ആണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൊട്ടിയൂർ ഉത്സവപ്പാട്ടിന്റെ എന്ത് പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ശ്രദ്ധിച്ചിരുന്ന കുട്ടികളൊന്ന് ആൻസർ ചെയ്തേ. കൊട്ടിയൂർ ഉത്സവപ്പാട്ടിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അന്നേരം ഉറങ്ങാതെ ഇരുന്നവർ ഒന്ന് ആ ടെക്നോ പാർക്ക് പോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള എന്താണ് സൈബർ പാർക്കാണെന്ത്? ULCC. ഇളനീരാട്ടം, യെസ്, ഇളനീരാട്ടത്തെ എതിർത്തു. ഇതിലൂടെ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന് പറയുന്ന കൃതിയിലൂടെ. പ്രാർത്ഥനാ മഞ്ജരി ഓർത്തിരിക്കാം. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ കൃതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. വാഗ്പടാനന്ദന്റെ കൃതിയാണിത്, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും.